ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനൊന്ന് ഉറങ്ങിയൊക്കെ ഒന്ന് എണീറ്റതാണ്. രാവിലെ ഉറങ്ങി എണീറ്റായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് കടന്നതാണ്. മയക്കാവാം എന്ന് പറഞ്ഞ് കടന്നതാണ്. പക്ഷെ ഞാൻ പിന്നെയും ഒന്ന് ഭയങ്കര ഒരു ഡീപ്പ് സ്ലീപ്പിക്ക് ആയിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എണീറ്റതാണ്. അപ്പോൾ എണീറ്റപ്പോൾ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്കൊരു ലഞ്ച് ഡേറ്റാണ്. ഓക്കെ, പോകണത് നമുക്കിന്നൊരു ലഞ്ച് ഡേറ്റാണ്. അപ്പം ആരാന്നൊക്കെ ഞാൻ പറയാം. ഒരു ലഞ്ച് ഡേറ്റാണ്. അപ്പം എനിക്ക് അതിനുവേണ്ടി റെഡി ആവണം. അപ്പോൾ എന്താ ഇടണ്ടതെന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ പോയിട്ട് എന്താ ഇടണ്ടേ, എങ്ങനെയൊക്കെ ഡ്രസ്സ് മാറണം, മുടി എങ്ങനെ ഇടണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് പോയി നോക്കണം. അപ്പോൾ നമുക്ക് റെഡി ആവാം. ലഞ്ചിനാണ് പോകുന്നത്. ഓബിയസ്ലി ലഞ്ച് ഡേറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ലഞ്ചിനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പോകുന്നത് എവിടെയാണ് ഇതൊരു തീരുമാനിച്ചിട്ടില്ല. അത് തീരുമാനിക്കണം. ആൻഡ് ഓൾസോ എന്തൊന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ചെറുതായിട്ട് ബാംഗ്ലൂരിലായിരുന്നു ഗൈസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ ചെറുതായിട്ട് ബാംഗ്ലൂരിലായിരുന്നു. ഞാനാണെങ്കിൽ ഇവിടെ വിട പറഞ്ഞ് 5 വർഷം ബായ് എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. എന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ തന്നെ വന്നേക്കാണ്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട എന്താണെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ വൈകിട്ട് പിന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് നമ്മുടെ ലഞ്ച് ഡേറ്റ് റെഡിയാവാം. അപ്പോൾ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ വെയിലിൻ്റെ അടുത്ത് വന്നിരുന്നത് സോ ദാറ്റ് കുറച്ച് സൺ കിസ്റ്റ് ആയിക്കോട്ടെ നടത്തി ഞാൻ വെയിലിൻ്റെ അടുത്ത് വന്നിരുന്നതാണ്. എന്തായാലും നമ്മൾ റെഡിയായി. ഒരു നല്ലൊരു ഡ്രസ്സും ഒരു ടോപ്പും ഒരു ജീൻസൊക്കെ തന്നെ ഇട്ടേക്കണത്. പിന്നെ ഈ ഒരു ബാഗ് ഇത് നിങ്ങൾ കാണുന്നുണ്ടോ? ഒറ്റ മിനിറ്റ് കാണിച്ചുതരാം. ഈ ബാഗോ ഇവിടെ ഇതൊക്കെ സ്വാഭാവികമാണ് ഗൈസ്. ബാംഗ്ലൂർ ഇതൊക്കെ സ്വാഭാവികമായിരിക്കും. ഓക്കെ, ഈ ബാഗാണെങ്കിൽ ഞാൻ എവിടെ ചെന്നാലും ഇങ്ങനെ ഒരു സ്ലിം ബാഗ് എൻ്റെ കയ്യിലുണ്ടോ? എവിടെ ചെന്നാലും എൻ്റെ ഒരുമാതിരി കുടുംബസ്വത്ത്, എൻ്റെ ഏറെ ഒരു അവയവ് പോലെയാണ് എൻ്റെ ഈ കയ്യിൽ ഈ ബാഗ്. അപ്പോൾ ഈ ബാഗ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അപ്പം നമ്മൾ അവിടേക്ക് പോകാൻ തുടങ്ങുകയാണ്. ക്യാബ് ബുക്ക് ചെയ്തിട്ട് ക്യാബ് കിട്ടുന്നില്ല. ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ഉണ്ട്. അപ്പോഴത്തേക്കും ക്യാബ് ബുക്ക് ചെയ്തേക്കാണ്, പക്ഷേ ക്യാബ് കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പം നമുക്ക് പോവാം, അവിടെ നിന്ന് കാണാം. നമ്മൾ പോകുമ്പോഴും എന്നോട് എപ്പോഴും അമ്മ പറയുന്നൊരു സംഭവമുണ്ട്. ഞാൻ എത്ര നന്നായി ഡ്രസ്സ് ചെയ്ത അവസാനം എനിക്ക് ചെരുപ്പ് എൻ്റെ കാണിച്ചു തരാം ഗൈസ്. മിറർ വളരെയധികം ക്ലീൻ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ടേക്കുന്ന ചെരുപ്പ് നോക്കൂ ഗൈസ്. ഞാൻ ബാംഗ്ലൂരിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരു ചെരുപ്പ് എടുത്തുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ ചെരുപ്പും കൂടെ കൂട്ടി എടുത്തോണ്ട് വരാൻ ഇവിടെ കുറേ ദിവസം ഉണ്ടാവില്ല എന്ന് ഓർത്തിട്ട്. അതുകൊണ്ടാണ് കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് തന്നെ. എൻ്റെ അമ്മ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അത് തന്നെ. സോ നമ്മൾ പോവാണ്. ക്യാബ് ഓട്ടോ കിട്ടിയില്ല. അപ്പൊ നമ്മൾ ബൈക്കാണ് ബുക്ക് ചെയ്തത്. കൈയൊക്കെ പിടിച്ച് സൂക്ഷിച്ചാണ് പോയത്. അപ്പൊ പോവാം. सूरज की बाहों में अब है ये जिंदगी, गिरने हैं सांसों में, बातों में रोशनी. जो ही बदली दिल की ताल है, आहा यूं ही आया एक ख्याल है, आहा ഇതാണോ നിങ്ങൾ പറഞ്ഞ ലഞ്ച് ഡേക്ക്? ഈ മുതലിനെ കാണാനാണോ? ഇവിടെ ഇന്നത്തെ എൻ്റെ ഡേറ്റ്. എനിക്ക് എൻ്റെ കഥ ഇതാണ്. എനിക്ക് ഇവിടെയൊക്കെ ഡേറ്റ്, ഇവരുടെയൊക്കെ ഡേറ്റ് പോകാനേ പറ്റുള്ളൂ. നിങ്ങളൊട്ടും കൊണ്ടും പേടിക്കണ്ട. തൽക്കാലത്തേക്ക് നമ്മളിന്ന് ഇവിടുന്ന് ലഞ്ച് കഴിക്കുന്നതായിരിക്കും. കേസ് ഇതൊക്കെയാണ് അവസ്ഥ. നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി. എന്ത് ചെയ്യാനാ, ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെയാണ്. നമ്മളൊക്കെ അതൊക്കെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകണം. അപ്പം എന്തായാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യട്ടെ. എടി, നീ ആ ഡേറ്റ് ഞാൻ പറഞ്ഞത്. നിനക്കെന്താ പറയാനുള്ളത്? നിന്റെ കൈ കാണിക്കുന്നതിനെക്കാട്ടും നല്ലത് ആണോ? ഇവിടെ ലിപ്സ്റ്റിക് ഇടാൻ പോയതാ. നിങ്ങളെ കണ്ടുകഴിയുമ്പോ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടി പോയതാ. Look at her face. മതി, എനിക്ക് വേണ്ട, നീ കഴിച്ചോ. ജയ്ഹിന്ദൊക്കെ ജയ്ഹിന്ദ് പറയാൻ പാടുമോ? പെസ്തോ എടി, ഇത് നൈംസോടെ കഴിച്ചില്ലായിരുന്നു.
അപ്പം ഞങ്ങൾ ലൈബ്രറിയിൽ നിന്നും ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഒക്കെ വെള്ളം വേണമായിരുന്നു, പക്ഷേ ഇനി വെള്ളം കിട്ടില്ല. നമ്മൾ ഓട്ടോയ്ക്ക് ഇറങ്ങി. ഇനി നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് എന്താ ഒന്നുമില്ല. എനിക്കിന്നൊരാഴ്ചയായിട്ട് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. ഞാൻ തിരിച്ചു പോകുന്നത് വരുന്നത് തിരിച്ചിരിങ്ങനെ തന്നെയാണ്. അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട് വരുന്നത്, അങ്ങോട്ട് പോകുന്നത് ഇങ്ങോട്ട്. ഇത് തന്നെയാണ് സംഭവം. അപ്പം ഞങ്ങൾ പാസ്ത കഴിച്ചു. പിന്നെ സ്പൈസി പെരി ചിക്കൻ കഴിച്ചു. ഇവിടെ പാർഷ്യലി വെജിറ്റേറിയൻ ആണ് കേട്ടോ, പക്ഷെ വല്ലപ്പോഴൊക്കെ ചിക്കൻ കഴിക്കും. അങ്ങനത്തെ ഒരു വെജിറ്റേറിയൻ ആണ്. അങ്ങനത്തെ വളരെ നമ്മൾ പറയുമല്ലോ എഗ്ഗ് കഴിക്കുന്നവർ അവരെ തന്നെ വെജിറ്റേറിയൻസ് പറയുന്നവരുണ്ട്. അതുപോലത്തെ ലൈറ്റാണ് ഇവിടെ. പിന്നെ ആണെങ്കിൽ പിന്നെന്താ ഓർഡർ ചെയ്തത്? പിന്നെ ലൈം സോഡ ഓർഡർ ചെയ്തിട്ടൊക്കെ തന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ അപ്പം അങ്ങനെ കഴിഞ്ഞു ഗൈസ്. അപ്പം ഞങ്ങൾ പോട്ടെ, ബൈ ഗൈസ്. ഇവള് ചോദിക്കാൻ പറഞ്ഞു ഇവൾ ബ്യൂട്ടിഫുൾ ആണ്. ഇവള് ചോദിക്കാൻ പറഞ്ഞു ഇവള് ബ്യൂട്ടിഫുൾ ആണ്, ഇവള് സുന്ദരിയാണോ എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് തന്നെ അവള് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബ് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സോട് ചോദിക്കാൻ ഓർത്തു. അപ്പം നിങ്ങൾ പറയും ഇവിടെ സുന്ദരിയല്ലേ? സുന്ദരി കുട്ടിയല്ലേ? ഒരു തമിഴ് കൊണ്ടാണ്. നിങ്ങൾക്കൊരു കൺസിഡറേഷൻ കൊടുക്കണം ഞാൻ. അപ്പം ശരി. അപ്പം നിനക്ക് വായ നോട്ടം ഇതിനോടെ കുറഞ്ഞു. ഞാൻ ഇത്ര കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ വായ നോക്കിക്കൊണ്ടിരിക്കും. വായ നോക്കി വേറെ കാണാൻ ഭംഗിയില്ലല്ലോ. ഇതിനിടയ്ക്ക് ഞാനും ഒന്ന് ചെറിയൊരു മിസ്റ്റേക്ക് പോയിട്ടോ. വേണ്ട, നമ്മൾ വേറെ ആൾക്കാരുടെ വീഡിയോ അവരുടെ അനുവാദം ഇല്ലാണ്ട് എടുക്കാൻ പാടില്ല. അതൊക്കെ അഗേൻസ്റ്റ് നിങ്ങൾ ശബ്ദം ഉയർത്തണം കൈസ്. അപ്പം ശരി, ബൈ. ഓക്കെ, നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു. തമിഴ് പെണ്ണ